നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്ലാവിൽ നിന്നും 600 ചക്ക, പ്ലാവ് നിറയെ ചക്കയുണ്ടാകാൻ ഇങ്ങനെ ചെയ്തു നോക്കൂ. പലരുടെയും ഒരു പരാതിയാണ്, ഞങ്ങൾ പ്ലാവ് നട്ട് കഴിഞ്ഞാൽ ചക്ക കായ്ക്കുന്നില്ല, അഥവാ കായ്ച്ചു കഴിഞ്ഞാലും ഒന്നോ രണ്ടോ ചക്കയൊക്കെ കായ്ക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ ഇനി ഒരു പ്ലാവിൽ നിന്നും ഒരു വർഷം 600 ചക്ക വരെയും ലഭിക്കും. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. മണ്ണിൽ നിന്നും ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുത്താണ് ഓരോ സസ്യവും വളരുന്നതെന്നും ഫലം നൽകുന്നതെന്നും അറിയാമല്ലോ. വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ ലഭ്യമല്ലാതെ വന്നാൽ വളർച്ചയിലും വിളവിലുമെല്ലാം അത് പ്രതിഫലിക്കും. പ്ലാവിൻ്റെ പോഷകക്കുറവ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് മൂലം ചക്കച്ചുളയിലെ നിറവ്യത്യാസമാണ് പ്രധാന പ്രശ്നം. എങ്കിലും പ്ലാവിന് എന്തൊക്കെ വളങ്ങൾ നൽകണമെന്ന് അറിഞ്ഞിരിക്കണം. പ്ലാവിന് പൊതു ശുപാർശ പ്രകാരം ഒരു വർഷം നൽകേണ്ട പോഷകങ്ങൾ ഇവയാണ്. കാലവർഷാരംഭത്തിലും തുലാവർഷാരംഭത്തിലും 2 തവണയായി പ്ലാവിൻ്റെ ഇലചാർത്തിൻ്റെ അതിരിൽ പ്രയോഗിക്കണം. ഒരു വർഷത്തേക്കുള്ള അളവ് ജൈവവളം. ഒരു വർഷം പ്രായമായതിന് 10 കിലോ ജൈവവളം, ചാണകപ്പൊടി, കമ്പോസ്റ്റ് പോലുള്ളവ. തുടർന്നുള്ള ഓരോ വർഷത്തിലും 10 കിലോ വീതം കൂട്ടി 6ാം വർഷമാകുമ്പോൾ 50 കിലോ ആകുന്നു. തുടർന്ന് 50 കിലോ വീതം ഓരോ വർഷവും നൽകുക. നൈട്രജൻ ആദ്യ വർഷം 150 ഗ്രാം, തുടർന്നുള്ള ഓരോ വർഷവും 150 ഗ്രാം വീതം കൂട്ടി നൽകുക. 6ാം വർഷമാകുമ്പോൾ 750 ഗ്രാം, തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും 750 ഗ്രാം വീതം നൽകുക. ഫോസ്ഫറസ് ഒരു വർഷം പ്രായമായതിന് 80 ഗ്രാം ഫോസ്ഫറസ് നൽകണം. തുടർന്നുള്ള ഓരോ വർഷവും 80 ഗ്രാം വീതം വർദ്ധിപ്പിച്ച് 6 വർഷം പ്രായമാകുമ്പോൾ 400 ഗ്രാം ഫോസ്ഫറസ് നൽകണം. തുടർന്നുള്ള എല്ലാ വർഷവും ഇതേ അളവിൽ ഫോസ്ഫറസ് നൽകുക. പൊട്ടാഷ് ഒരു വർഷം പ്രായമായതിന് 100 ഗ്രാം പൊട്ടാഷ് നൽകണം. തുടർന്നുള്ള ഓരോ വർഷവും 100 ഗ്രാം വീതം വർദ്ധിപ്പിച്ച് 6 വർഷം 500 ഗ്രാം നൽകണം. തുടർന്നുള്ള എല്ലാ വർഷവും 500 ഗ്രാം പൊട്ടാഷ് വീതം നൽകണം. മണ്ണിൻ്റെ pH 5.5-ൽ കുറയാൻ പാടില്ല, 7-ന് മുകളിൽ ആകാനും പാടില്ല. പ്രധാന മൂലകങ്ങൾക്കൊപ്പം തന്നെ സൂക്ഷ്മ മൂലകങ്ങളും പ്ലാവിൻ്റെ വിളവിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. എന്നാൽ അളവ് അല്പം കൂടിപ്പോയാൽ പ്ലാവ് നശിക്കാനിടയാകും. അതിനാൽ വിദഗ്ധ നിർദ്ദേശപ്രകാരം മാത്രം സൂക്ഷ്മ മൂലകങ്ങൾ നൽകുക. ചക്ക കൊഴിച്ചൽ തടയാൻ. ചക്ക വീഴാനുള്ള കാരണം മരത്തിലെ കുമിൾബാധയാണ്. മരത്തിൽ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് ചെത്തി വൃത്തിയാക്കി കോണ്ടാഫ് കുമിൾനാശിനി 5 മില്ലി വീതം 100 മില്ലി വെള്ളത്തിൽ കലർത്തി തേച്ച് പിടിപ്പിക്കുക. തടിയിലെ വിള്ളലുകൾ റബ്ബർ കോട്ട് ഉപയോഗിച്ച് അടയ്ക്കുക. ഇതോടൊപ്പം നിങ്ങളുടെ പറമ്പിലെ വിവിധ തരം പ്ലാവുകളിലെ പരാഗണം നടക്കുന്നത് ചക്ക ലഭ്യത വർദ്ധിപ്പിക്കും. ഇത് ചക്കയുടെ ഇനവൈവിധ്യത്തിന് കാരണമാകും. കൂടാതെ മികച്ച നിലവാരമുള്ള ചക്കകൾ ലഭിക്കുന്നതിനായി നല്ല നടീൽ വസ്തുക്കൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് വാണിജ്യപരമായ ലാഭകരമായ കൃഷിക്കായി സഹായിക്കും. ചക്ക മൂക്കുന്നതിന് മുമ്പ് കൊഴിഞ്ഞു വീഴുന്നത് ഉൾഭാഗത്തുണ്ടാകുന്ന കുമിൾബാധ കൊണ്ടാണ്. ഇത് പരിഹരിക്കാൻ കോണ്ടാഫ് ഉപയോഗിക്കാം. മരത്തടിയിലെ കേടുപാടുകൾ പരിഹരിക്കാനും ഇത് സഹായിക്കും. വർഷം ഒരു പ്ലാവിൽ നിന്നും 600 ചക്ക. വർഷത്തിൽ 3 തവണ വിളവെടുക്കാൻ കഴിയുന്ന പ്ലാവോ? സംശയിക്കേണ്ട, അത്തരം പ്ലാവുകൾ ലഭ്യമാണ്. പ്ലാവുകൾ ബഡ് ചെയ്ത് ഇത് സാധ്യമാക്കാം. പ്ലാവിൻ്റെ ചുവട്ടിൽ മുകളം ബഡ് ചെയ്ത് പിടിപ്പിച്ചാൽ കൂടുതൽ വിളവ് ലഭിക്കും. പ്ലാവിൻ്റെ തുടുപ്പിനാണ് ബഡ് ഒട്ടിക്കുക. ഇതുവഴി ഒരു പ്ലാവിൽ നിന്നും ഓരോ തവണ 600 ചക്കകൾ വരെ ലഭിക്കും. പരീക്ഷണം നടത്തി വിജയിച്ച കർഷകർ പറയുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.